ഹലോ മക്കളെ, വെൽക്കം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇതാ ട്രയൽ അലോട്ട്മെന്റ് വന്നു. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാവർക്കും കൂടി നമ്മളെ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുവരെയുള്ള ട്രയൽ അലോട്ട്മെന്റ് വരെയുള്ള അവസ്ഥ എന്താന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. സോ ടോട്ടല് 4,43,984 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 3,17,016 ആൾക്കാർക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി കിട്ടാത്ത അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത് 72,220 സീറ്റുകൾ ഇപ്പോഴും ഒഴിവുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നാ പറ, നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കോ? നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാണ്ടിരിക്കോ? ഇല്ല. അതൊന്നാമത്തെ കാര്യമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. പക്ഷേ നിങ്ങൾ വിചാരിച്ച സീറ്റ് കിട്ടണം എന്ന് ഇല്ല. എന്ന് വെച്ചാൽ വിചാരിച്ച കോഴ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് മാത്രമാണ് ഒരു വെല്ലുവിളി വരുന്നത്. അത് ചെറിയൊരു വെല്ലുവിളി അല്ല, എനിക്കറിയാം. ഓക്കെ, പക്ഷേ നമുക്ക് ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് VHSCയിലും ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന മക്കളുണ്ട്. സോ ലാസ്റ്റിലേക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ടെൻഷൻ ആവണ്ട. ഇനി ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് അപേക്ഷ ലഭിച്ചിട്ടുള്ളത്. 82,665 അപേക്ഷ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 46,967 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ 31,374 ട്രയൽ അലോട്ട്മെന്റുകളും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്. അതുപോലെ ജനറൽ വിഭാഗത്തിൽ, ജനറൽ കാറ്റഗറിയിൽ പല മക്കൾക്ക് ഒരു പേടിയുണ്ട്, ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കൊന്നും സീറ്റ് കിട്ടില്ലേ. അപ്പം ജനറൽ കാറ്റഗറിയിൽ തന്നെ 1,55,999 സീറ്റുകളും അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 56 സീറ്റ് മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ ഒഴിവുള്ളത്. ശ്രദ്ധിക്കണം കേട്ടോ, 56 സീറ്റ് മാത്രമേ ഒഴിവുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ റീഅറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, മാർക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് ചെയ്തതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുന്ന സമയത്ത് ഈ സെയിം സാധനം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി കിട്ടാത്തവർക്ക് കിട്ടിയെന്നും വരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും. അപ്പൊ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി വിചാരിക്കുകയാണ്, എനിക്ക് സയൻസ് കിട്ടിയ കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് സയൻസ് വേണ്ട, എനിക്ക് കൊമേഴ്സ് മതി. ഒരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സയൻസ് വേണ്ട, കൊമേഴ്സിലേക്കാണ് പോകാൻ ആഗ്രഹം. സോ കൊമേഴ്സിലേക്ക് കൊടുത്തൂടെ, അല്ലെങ്കിൽ കോഴ്സ് ആഡ് ചെയ്തൂടെ? ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ മക്കൾ അങ്ങനെ പോയിട്ടുണ്ടാവും. സീറ്റുകൾ അതേപോലെ കിട്ടും. പല കുട്ടികളും അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരെടുക്കുന്ന കോഴ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സീറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ VHSCയിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ ആ ഒരു സീറ്റ് ഒഴിവ് വരുന്നതാണ് കേട്ടോ. കൂടാതെ ഇപ്പം നമ്മൾ ആകെ സീറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു, 3,17,016 സീറ്റുകളാണ്. അലോട്ട് ചെയ്ത സീറ്റും പറഞ്ഞു 2,50,000 സീറ്റുകളോളം അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 72,000 സീറ്റുകൾ ഒഴിവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം ഇനി നിങ്ങളുടെ ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, കോഴിക്കോട് ജില്ലയിൽ 31,374 ആകെ സീറ്റ്. അതിൽ അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 23,476 സീറ്റുകളാണ്. ഒഴിവുള്ളത് 7,898 സീറ്റുകളാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എവിടെ പഠിച്ചാലും നന്നായിട്ട് പഠിക്കാന്നുള്ളതാണ്. അപ്പം അയ്യോ ഞാൻ വിചാരിച്ച സ്ഥലത്ത് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നതിലും നല്ലത് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ മിടുക്കരായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റിൽ കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് സീറ്റ് കിട്ടൂല എന്ന് ഒന്നുമില്ല. സെക്കൻഡ് വരുന്നുണ്ട്, തേർഡ് വരുന്നുണ്ട്, ലാസ്റ്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നുണ്ട്. ഇനി കൂടാതെ കമ്മ്യൂണിറ്റി കോട്ടയിന്റെയും മാനേജ്മെന്റ് കോട്ടയിന്റെയും അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതാത് സ്കൂളിൽ, ഇപ്പൊ പല മക്കളും ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇത് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ ആ ഒരു സ്കൂൾ എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്കൂളായിരിക്കും. സോ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവരൊരു ഫോം തരും. ആ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. മാനേജ്മെന്റ് കോട്ടയിലാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തായിരിക്കും നിങ്ങൾ സീറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏത് സ്കൂളിലാണോ, കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്കൂളുകൾ മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ക്രൈസ്തവ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക്, ഇപ്പം ക്രിസ്ത്യൻ കാറ്റഗറിയിൽ വരുന്ന മക്കളാണെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള സ്കൂളുകളിൽ മാത്രമേ പോയിട്ട് ഇങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ Instagram ID കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കണം. സീറ്റ് ഉണ്ട്, നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടരുത്. സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും
ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് വരുന്നുണ്ട്. ജൂലൈ 2-ലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വീണ്ടും മാറ്റിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ കാര്യങ്ങളൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മാർക്ക് നമുക്ക് ഇത്രയാണ് ഉള്ളതെങ്കിൽ ഞാൻ വിചാരിച്ച സ്കൂൾ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കാണ്ടായി പോകുന്നു ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് കിട്ടിയത് ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ പോയിട്ട് പഠിക്കുക. നല്ല മിടുക്കരായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മക്കൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, താങ്ക് യു.